ജെഫ്രി ഹില്ലിന്റെ 1992 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻ മെമ്മറി ഓഫ് ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന ഒരു പോയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ജെഫ്രി ഹിൽ ആ ഒരു ഓതറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം ജനിക്കുന്നത് 18 ജൂൺ 1932 He was a prominent British poet and professor, and he is also known as one of the greatest poets of his generation. ആളുടെ ആ ഒരു ജനറേഷനിലെ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോയിറ്റ്സുകളിൽ ഒരാളാണ് ജെഫ്രി ഹിൽ. ഓൾസോ 20th സെഞ്ചുറിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിറ്റ്സുകളിലെയും ഒരു വ്യക്തിയാണ് ജെഫ്രി ഹിൽ. ദെൻ അദ്ദേഹത്തിന്റെ വർക്ക്സിലെ ഹിസ്റ്ററി, റിലിജിയൻ, പോളിറ്റിക്സ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മേജർ തീംസ് ആയിട്ട് വരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് മേജർ വർക്ക്സ് നമുക്ക് നോക്കാം. They are The Unfallen, King Lear, Martian Hymns, Tenebrae, Canaan, The Triumphs of Love. These are the major works of Geoffrey Hill, and 2016 June 30th ആണ് അദ്ദേഹം മരിക്കുന്നത്. Moving on to the lines of the poem. ഇൻ മെമ്മറി ഓഫ് ജെയിൻ ഫ്രേസർ. ഇതൊരു എലജിയാണ് ഈ പോയം. ഇതിലെ ടൈറ്റില് ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന വിമനിന്റെ ഡെത്തിനെ ലാമന്റ് ചെയ്ത് എഴുതിക്കൊണ്ടുള്ള ഒരു പോയാണിത്. സോ ഇതൊരു എലജിയാണ്. ഇനി ഈ പോയത്തിൽ എന്താണ് പറയണത് നോക്കാം. ആദ്യത്തെ സ്റ്റാൻസയില് ഈ ഒരു പോയം എഴുതിയ സമയത്ത് ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വിന്റർ സീസൺ ആണ്. ഇപ്പൊ വിന്റർ സീസൺ ആകുമ്പോൾ നമുക്കറിയാം നല്ല തണുവും കാര്യങ്ങളൊക്കെയാണ്, മഞ്ഞ് വീഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ലൈൻ, വെൻ സ്നോ ലൈക്ക് ഷീപ്പ് ലേ ഇൻ ദ ഫോൾഡ്. അതായത് ഈ ഷീപ്പ് ഉണ്ടല്ലോ, ഈ ഷീപ്പിനെ പോലെ സ്നോസ് മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അവിടെ. അപ്പൊ ഇവിടെ ആ ഒരു സ്നോനെ ഈ ഷീപ്പിന്റെ ആ ഒരു സോഫ്റ്റ് വൂൾ ഉണ്ടല്ലോ അതുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, സോ സ്നോ കവേർഡ് പ്ലേസ് ആൻഡ് ദിസ് പ്ലേസ് ഇസ് കമ്പയർഡ് ടു സ്നോ. ഓക്കെ, ദെൻ ആൻഡ് വിൻഡ്സ് വെന്റ് ബേക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഇനി കാറ്റ്, ഈ വിൻഡ് ഓരോ ഡോറിലും പോയിട്ട് ബെഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ ഡോറിലും പോയിട്ട് തട്ടുകയാണ്. ആൻഡ് ദ ഫാർ ഹിൽസ് വർ ബ്ലൂ വിത്ത് കോൾഡ്. ഇവിടെ ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് സാഡ്നെസ് ആണ്. സോ ദൂരെയുള്ള ഹിൽസ് ഒക്കെ സാഡ് ആയിട്ടാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. ബിക്കോസ് അപ്പോഴത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ക്ലൈമറ്റ് ഒക്കെ കാരണം ഈ ദൂരെയുള്ള ഹിൽസ് ഒക്കെ ഭയങ്കര സാഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് എ കോൾഡ് ഷ്രൗഡ് ലേ ഓൺ ദ മൂൺ. ഇവിടെ ഷ്രൗഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോപ്സ്, ഈ ഡെഡ് ബോഡീനൊക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പീസ് ഓഫ് ക്ലോത്ത് ആണ്. ആൻഡ് മൂർ എന്ന് പറയുന്നത് ഫോറസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോറസ്റ്റിലൊക്കെ എന്താ പറയാ, ഈ ഒരു ഡെഡ് ബോഡീനെ കവർ ചെയ്ത് കിടക്കുന്ന ഒരു ക്ലോത്ത് പോലെ മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. ഓക്കെ, സോ ഈ ലാസ്റ്റ് ലൈനിലെ ഡെത്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റാൻസ, ഷീ കെപ്റ്റ് ദ സീജ്. ഇവിടെ സീജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാറ്റിൽ. അതായത് ഇതിലത്തെ വിമനെ ഒരു ഡിസീസ് വന്നിരിക്കുകയാണ്, എന്തോ ഒരു ഭയങ്കര മാരകമായിട്ടുള്ള ഒരു രോഗം അവർക്കുണ്ട്. സോ ആ ഒരു ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബാറ്റിൽ ഓഫ് സ്ട്രഗിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് എവറി ഡേ വി വാച്ച്ഡ് ഹർ ബ്രൂഡിങ് ഓവർ ഡെത്ത്. ബ്രൂഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസ് തോട്ട്. അപ്പോ അവരിപ്പോ എന്താണ് ആ ഒരു ഡെത്തിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ അവർക്ക് ഡെത്തിനെ പേടിയില്ല, അവർ ഡെത്തിനെ എംപ്രേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ലൈക്ക് എ സ്ട്രോങ് ബേർഡ് എബവ് ഇറ്റ്സ് പ്രേ. ഒരു സ്ട്രോങ് ബേർഡ് എങ്ങനെയാണോ ഒരു പ്രേ അതിന്റെ ഇരയുടെ മേലെ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇരയെ എങ്ങനെയാണോ പിടിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ഇതിലത്തെ ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന ആ ഒരു വിമൻ ഡെത്തിനെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു ജീവി അതിന്റെ ഇരയെ എങ്ങനെ പിടിക്കാം, ഒരുപാട് നേരം അതിനെ ഒബ്സർവ് ചെയ്ത് കുറെ തപ്പി സെർച്ച് ചെയ്തിട്ടൊക്കെയാണ്. സോ അതുപോലെ ജെയിൻ ഫ്രേസറും ഡെത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഡെത്തിനെ എംപ്രേസ് ചെയ്യാൻ അവർക്കൊരു പേടിയില്ല എന്നാണ് പറയുന്നത്. ദ റൂം ഫിൽഡ് വിത്ത് കെറ്റൽസ് ബ്രെത്ത്. അതായത് കെറ്റൽസ് ബ്രെത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇവരൊരു ഡിസീസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. സോ ഈ ആവി പിടിക്കുന്നതിന്റെ ഒക്കെ ഒരു സ്മെല്ല് ആ ഒരു റൂമിൽ മൊത്തം ഇങ്ങനെ ഫില്ലായിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ പ്രായമായിട്ടുള്ള ആളുകളുടെ മുറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു തരം മണാണ് ഉണ്ടാവുക, നല്ല ഫ്രാഗ്രൻസും നല്ലലും ഉണ്ടാവുക, വേറൊരു തരം സ്മെല്ലാണ് ഉണ്ടാവുക. അവരുടെ മരുന്നുകളുടെ അല്ലെങ്കിൽ തൈലം അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. സോ ഇവരും ഈ പറയുന്ന പോലെ ഒരു അസുഖമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ആ ഒരു റൂമിൽ മൊത്തം ഫില്ലായിട്ടിരിക്കുന്നത്. Third stanza,
Damp curtains glued against the pane. ഡാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ടില്ല, നനഞ്ഞിരിക്കുന്ന കേർട്ടൻസ് ഒക്കെ എഗെയിൻസ്റ്റ് ദ പെയിൻ. പെയിൻ എന്ന് പറഞ്ഞാൽ പാളികൾ, ഈ വിൻഡോസിന്റെ പാളികൾ ഉണ്ടാവില്ലേ, അത് അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഈ അതായത് ആ ഒരു വിന്ററിലെ ഒരു നനഞ്ഞ പോലത്തെ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. സോ അത് കാരണം ഈ കേർട്ടൻസ് ഒക്കെ നനഞ്ഞിട്ട് ഈ പാളിയുടെ അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണെന്ന് പറയുന്നത്. ആൻഡ് സീൽഡ് ടൈം ഏറെ, അപ്പോ ആ പുറമെ എന്താണോ നടക്കുന്നതെന്നുള്ളത് അവർ അറിയുന്നില്ല. ആൻഡ് ഹർ ബോഡി ഫ്രോസ്. അപ്പൊ ഹർ ബോഡി ഫ്രോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്, അവിടെ ആ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന ആ ഒരു വിമനിന്റെ മരണം അവിടെ സംഭവിച്ചു. ആസ് ഇഫ് ടു ഫ്രീസ് അസ് ഓൾ, അതായത് ഇവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അതെന്താണ്, ഒരു ഷോക്കായി, അവരും ഫ്രീസായി. ഇവര് മരിച്ചപ്പോ അവരും ഫ്രീസായി എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അതൊരു ഷോക്കായി. ആൻഡ് ചെയിൻ ക്രിയേഷൻ ടു എ സ്റ്റണ്ട് റീപോസ്. ഇവിടെ ഡെത്തിനെയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഡെത്ത് എന്നല്ല അവിടെ പറയുന്നത്. സ്റ്റണ്ട് റീപോസ് എന്ന് പറയുന്നത് സ്ലീപ്പ് വിത്തൗട്ട് ഗ്രോത്ത്, ഒരു ഗ്രോത്ത് ഇല്ലാത്ത, ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് എന്താണ് അവര് പോയിരിക്കുകയാണ് ഈ ഒരു വിമൻ. അടുത്ത സ്റ്റാൻസ, ഷീ ഡൈഡ് ബിഫോർ ദ വേൾഡ് കുഡ് സ്റ്റിർ. അതായത് ഇപ്പൊ അവര് മരിച്ചിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ വിന്റർ സീസൺ മാറിയിട്ട് പുതിയൊരു സീസൺ വരുന്നേക്കാൾ മുൻപ്, അതായത് ഇപ്പൊ വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് അത്ര ഒരു നല്ലൊരു സീസൺ അല്ല ഈ വിന്റർ സീസൺ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ തണവ് പോലും ഒന്നല്ലല്ലോ, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കോൾഡാണ്. ആ ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ ഒരു വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഒരു ഡെത്ത്, ഡിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. സോ പുതിയൊരു സീസൺ, ഈ ഒരു വിന്റർ സീസൺ മാറിയിട്ട് പുതിയൊരു സ്പ്രിംഗ് സീസണോ സമ്മർ സീസണോ വരുന്നേക്കാൾ മുൻപ് ഈ സ്ത്രീ മരിച്ചുപോയി. ഇൻ മാർച്ച് ദ ഐസ് അൺലൂസൻ ദ ബ്രൂക്ക്. സോ വിന്റർ സമയമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രൂക്സ്, അരുവികള്, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ആകൊരു ഐസും കട്ട വന്ന് ഇതായിട്ട് കിടക്കുന്നുണ്ടാവുക. സോ അതൊക്കെ എന്താണ് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങുകയാണ് പതിയെ. ആൻഡ് വാട്ടർ റഫിൾഡ് ദ സൺസ് ഹെയർ. ഇവിടെ സൺസ് ഹെയർ എന്ന് പറയുന്നത് സൺലൈറ്റിനാണ്. സമ്മറായി, സോ സൺലൈറ്റ് വന്നു. അപ്പൊ ആ ഒരു സൺലൈറ്റ് ഒക്കെ വന്നപ്പോ അവിടെയുള്ള വെള്ളം അതൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഈ അരുവികളിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി, പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. ആൻഡ് ഡെഡ് കോൺസ് അപ്പോൺ ദി ആൾഡർ ഷൂക്ക്. ആൾഡർ എന്ന് പറയുന്നത് ട്രീ ആണ്. സോ ഡെഡ് കോൺസ് എന്ന് പറയുന്നത് ഈ മരത്തിന്റെ ഒക്കെ മുകളിൽ കാണുന്ന ഒരു ഷേപ്പാണത്, ഒരു കോൺ ഷേപ്പാണ്. സോ അവിടെയൊക്കെ ഉണ്ടായിരുന്ന സ്നോ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇങ്ങനെ ഉരുകി പോവാൻ, അല്ലെങ്കിൽ അതൊക്കെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങുകയാണ്. സോ മൊത്തത്തില് ആ ഒരു സ്റ്റാറ്റിക് ആയിട്ട് കിടന്നിരുന്ന ബ്രൂക്സ്, അരുവികളിലെ വെള്ളം അല്ലെങ്കിൽ അതൊക്കെ ഒഴുകാനായിട്ട് തുടങ്ങി. അതുപോലെ മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന സ്നോസ് ഒക്കെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങി. പുതിയൊരു സീസൺ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സീസൺ കാണാൻ ആരില്ല, ഇതിലെ ഒരു വിമൻ, ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന ഒരു വിമൻ ഇല്ല. സോ ലാസ്റ്റ് സ്റ്റാൻസയില് അപ്പോഴത്തെ ആ ഒരു വേൾഡിലെ ഒരു കണ്ടീഷൻ, അവരുടെ ഡെത്തിന് ശേഷമുള്ള ആ ഒരു വേൾഡിലെ ഒരു കണ്ടീഷൻ ഒക്കെയാണ് ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സോ ഇതൊരു എലജിയാണ്. അപ്പോൾ ജെയിൻ ഫ്രേസർ എന്ന് പറയുന്ന ഒരു വിമനിന്റെ ഒരു ഡെത്തിന്റെ ഒരു ലാമെന്റേഷൻ ആണ് ഇതിൽ കാണുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട എലജിക് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡെത്ത്, ഇനെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, പിന്നെ ഡെത്ത് സിംബലൈസ് അറ്റ്മോസ്ഫിയർ, പിന്നെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ളവർ അതെങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ വിന്റർ സീസണിലൊക്കെ പ്രത്യേകിച്ച് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ പുറം രാജ്യങ്ങളിൽ വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അത് സ്ട്രഗിൾ ചെയ്യാൻ. അപ്പോൾ ഒരു അസുഖമുള്ള ഒരാളെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതെങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ ഒരു പോയം ഉണ്ടല്ലോ, ഈ ഒരു ഇൻ മെമ്മറി ഓഫ് ജെയിൻ ഫ്രേസർ എന്നുള്ള പോയം, ദ ലാസ്റ്റ് കോൾ എന്ന് പറയുന്ന ഒരു പോയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിലും ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിലും ഡെത്താണ്. അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് കോൾ എന്നുള്ള പോയത്തിലും അതിലത്തെ ആ ഒരു എന്താ പറയാ സ്പീക്കർ ഏറ്റവും ആദ്യം ഡെത്തിനെ അവോയ്ഡ് ചെയ്തു, പക്ഷെ പിന്നീട് അയാള് ഡെത്തിനെ അക്സെപ്റ്റ് ചെയ്യാണ് അല്ലേ. ഇനി അയാൾക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ ലൈഫിൽ ഒന്നുമില്ല. അപ്പൊ അയാളുടെ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്. സോ ഇതിലും ഈ പറയുന്ന പോലെ ഈ ഒരു വിമൻ
ഡെത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഡെത്തിനെ എംപ്രേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അവർക്ക് ഇനി എന്താ പറയുക, ഡെത്തിനെ എംപ്രേസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മടിയില്ല, അവർക്ക് പേടിയില്ല. ഓക്കെ, അതാണ് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. ഒരു സ്ട്രോങ് ബേർഡ് എങ്ങനെയാണോ അതിന്റെ പ്രേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ സ്പീക്കർ അല്ല, ഇതിലത്തെ ഒരു വിമൻ ഡെത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു പോയത്തിൽ വരുന്നത്.